ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. പറയണ്ട എന്ന് വിചാരിച്ചാലും ചില മനുഷ്യർ നമ്മുടെ വായിലോട്ട് കൊണ്ടുവന്ന് കമ്പ് കുത്തി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും നമ്മുടെ ജാസി. കാരണം പൂർണ്ണ സ്ത്രീയിൽ നിൽക്കുന്നൊരു വ്യക്തിയുണ്ടല്ലോ നമ്മുടെ ജാസി. പുള്ളിക്കാരി വന്നിരുന്ന ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ കൊടുത്തതാണ്. ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കെട്ടുകാഴ്ച ഒരുങ്ങി നിൽക്കുന്ന കണക്ക് ചെന്ന് നിന്നിട്ട് പറയുകയാണ്, മലയാള സിനിമയിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി വിളി വരുന്നുണ്ട്. പക്ഷേ എനിക്കതിലെല്ലാം ഒരു വേർഡ് പറയട്ടെ, അതുപോലുള്ള റോളുകളും രണ്ടാം കിട അങ്ങനെ ഒരു വേർഡും കൂടെ ആ സ്ത്രീ എന്ന് പറയില്ല, ആ സ്ത്രീ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അവർ ട്രാൻസ് വുമണാണോ എന്ന് എനിക്കതറിയില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ കാണാൻ തുടങ്ങിയിട്ട് നമ്മൾ എപ്പോഴാണെന്ന്. അപ്പം അങ്ങനൊരു വേർഡാണ് ആ സ്ത്രീ എന്ന് ഞാൻ ഇപ്പോൾ പറയാം, സ്ത്രീ യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിൽ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെല്ലാം ആ ഒരു രീതിയിലുള്ള വേഷക്കാരാണോ എന്നാണ്, ഈ രണ്ടാം കട രീതിയിലുള്ള ആൾക്കാരാണോ ആ രീതിയിലുള്ള വേഷങ്ങളൊക്കെ ചെയ്യുന്നത്? സ്ത്രീയെ ഞാൻ സ്ത്രീയോട് ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളും വലിച്ച വാഗുകൊണ്ട് സംസാരിക്കാതെ അന്തസ്സായി പോയി ദുബായിലൊരു ഷോപ്പുണ്ടല്ലോ, അതും ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, ഈ കെട്ടുകാഴ്ചയുടെ പോലെ നടക്കാതെ. സ്ത്രീകൾക്കേ അപമാനമാണ് ഇങ്ങനെയുള്ള കുറേ പെണ്ണുങ്ങൾ. ഉള്ളത് പറയാം, എന്നെ ഇനി ആര് കണ്ടാലും കണ്ടില്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഉള്ളത് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ത്രീ പറയുകയാണ് സിനിമയിൽ അങ്ങനെ വേഷങ്ങൾ ചെയ്യുന്ന ഒരു രണ്ടാം കിട എന്നുള്ള രീതിയിൽ സംസാരിച്ചിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പിൻവലിച്ചാൽ കൊള്ളാം. കാരണം ഈ ലോകത്തുള്ള അങ്ങനെ പല സ്ത്രീകളും അങ്ങനെ ഒരു റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ വയറ്റിപ്പാടിന് വേണ്ടി നടക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അല്ല നിന്നെയൊക്കെ പോലെ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ സിനിമയെന്ന് പറയുന്ന ലോകം. അതെപ്പോഴും ചിന്തിക്കുക, പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. പിന്നെ നിങ്ങൾ പിന്നെ സൂപ്പർ സ്റ്റാർ നായികയായിട്ട് വിളിക്കുമോ? ചോദിക്കട്ടെ. ഈ ഫോട്ടോഷൂട്ടും ചെയ്ത് ഇങ്ങനെയുള്ള കെട്ടുകാഴ്ചയും ചമഞ്ഞ് ഇങ്ങനെ പോയി നിന്നാൽ പോരെ? എന്തിനാണ് ഈ സിനിമാക്കാരുടെ തോളിലോട്ട് കയറാൻ പോകുന്നത്? അവിടെ ഒന്നും എത്തിയിട്ടില്ല ജാസി പണ്ടൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ജാസിയുടെ രൂപം നമ്മൾ അന്ന് കണ്ടതാണ്. ജാസിക്ക് അതൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാണ് വേറുള്ള ഈ രണ്ടാം കിട വാക്കുകളും മൂന്നാം കിട വാക്കുകളൊക്കെ? ജാസി എന്തുദ്ദേശത്തിലാണ് ആ ഒരു വർത്തമാനം പറഞ്ഞത്? ജാസിയുടെ ദുൽഖർ സൽമാൻ്റെ നായികയായിട്ട് അഭിനയിക്കാതിരിക്കുക? കാലം പോയപ്പോൾ ഓക്കെ, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഒരു സമാധാനവും കിട്ടത്തില്ല. അതുകൊണ്ടങ്ങ് പറയുകയാണ്, ചുമ്മാതെ വേഷം കെട്ടൽ. പെണ്ണാന്നും പറഞ്ഞോട് വേഷം കെട്ടി വന്ന് നിന്ന് എന്ത് വായി തോന്നി അസുഖം അങ്ങ് വിളിച്ച് പറയാം. എന്നെ സിനിമയിലൊക്കെ മലയാള സിനിമയിൽ വിളിക്കുക ആരാന്നല്ല, ഐശ്വര്യ റായിയാ പുള്ളിക്കാരി. എനിക്ക് തന്നെ കണ്ടിട്ട് ഉറപ്പായിട്ടും പറയാം, എനിക്ക് തന്നെ കണ്ടിട്ട് ഒരിക്കലും സ്ത്രീയായിട്ട് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല. അത് വേറൊന്നും കൂടെ തന്നെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം താനൊരു ഇങ്ങനെ ട്രാൻസ് മെന്നാണെന്ന് തന്നെ, അല്ലെങ്കിൽ ട്രാൻസ് വുമണാണെന്ന് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. ആ രീതിയിലൊക്കെ ചെന്ന് അങ്ങ് മേളോട്ട് കയറാതെ അങ്ങ് താങ്ങുന്നില്ല. എവിടെയും വന്നോളും വേഷം കെട്ടുകാഴ്ച പോലെ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ശരീരമൊക്കെ വെച്ച് നടക്കുക ജാസിയെ. എന്തൊക്കെ കമൻറ്റാണ് നിങ്ങളുടെ ആ ഡ്രസ്സിൽ തന്നെ അടിയിൽ വന്നേക്കുന്നത്? ഇത് കാണുമ്പോൾ ഒരു ഉളുപ്പില്ല എന്ന് ആലോചിക്കുക, ഒരു ശകലം പോലെ ഉളുപ്പ്. ഈ കമൻറ്റ് വായിക്കുന്ന എനിക്ക് ഉളുപ്പുണ്ട്, അപ്പോൾ നിങ്ങൾക്കിതിനൊന്നൊരു ഉളുപ്പില്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ജാസി സീരിയസ്ലി പറയാം, ഈ മലയാള സിനിമയിലെ മണ്ടയിലോട്ടൊന്നും കയറാൻ നിൽക്കണ്ട. അതിന് ജാസി വളർന്നിട്ടില്ല. നായികയായിട്ട് കയറാനൊന്നും അവിടെ വളർന്നിട്ടില്ല. അവിടെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് ചെയ്യാൻ, മനസ്സിലായോ? അതുകൊണ്ടങ്ങ് അടങ്ങി അവിടെ താഴെ നില്ല്. ഇങ്ങനെയും കുറേ എണ്ണം വേഷം കെട്ടി ഇറങ്ങി നടപ്പുണ്ട് ഒരു ജോലിയില്ലാതെ. സീരിയസ്ലി പറയാം, ഒരു ജോലിയില്ലാതെ ഇങ്ങനെ കുറേ എണ്ണം വേഷം കെട്ടി ഇങ്ങനെ നടക്കുകയാണ്. കുറേ ചുമ്മാതങ്ങ് ഇതിൻ്റെയൊക്കെ പുറകിൽ കുറേ യൂട്യൂബ് ചാനലുകാരും. എന്ത് കാര്യത്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. ഇതിനൊക്കെ ഇങ്ങനെ കൊക്ക് കുത്തി നിർത്തിയിട്ട് എന്ത് നേടാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സമൂഹം ഇത്ര മനുഷ്യർക്കൊക്കെ വട്ടാണോ? ചോദിച്ചു പോവുകയാണ്, വട്ടാണോ? ഒന്ന് പറയുന്ന വർത്താനം. മലയാള സിനിമയിൽ നിന്ന് ഒത്തിരി കോളുകൾ വരുന്നുണ്ട്, പിന്നെ നിരന്ന് കിടക്കുക. ഇവിടെ സാധാരണ സ്ത്രീകൾക്ക് അഭിനയിക്കാൻ ചാൻസ് ഇല്ല, അപ്പോഴാണ് ഈ വേഷം കെട്ടൽ കാണിക്കുന്ന ആൾക്കാർക്ക്. മോശം. മര്യാദയായിട്ട് ഈ രീതിയിലുള്ള കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരെയും കൂടെ നാറ്റാതെ, സീരിയസ്ലി പറയാം, അവരെയും കൂടെ ഇങ്ങനെ നാറ്റാതെ ചുമ്മാതെ വേഷം കെട്ടൽ. എന്തോന്നാ തൻ്റെ ഉദ്ദേശം? താൻ എന്താണെന്നാ?
എനിക്ക് ദുബായിലൊരു ഷോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി അവിടെ കാണാം ഈ കോക്കറി കുത്തി ജീവിച്ചാൽ പോരെ. എന്തിനാണ് ഈ കേരളത്തിലോട്ട് വന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിക്കാനായിട്ട് ജീവിക്കുന്നത്? ഇത് ചില യൂട്യൂബ് എൻ്റെ ചില ആൾക്കാർക്ക് ഇത് പിടിക്കത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പറയുക തന്നെ വേണം. അല്ല വേറെ ഒന്നും കൊണ്ടല്ല, ചില വേഷം കെട്ടൽ നമ്മൾ പറഞ്ഞു പോകും. നമ്മളൊരു സ്ത്രീയല്ലേ, ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു പോകും. മലയാള സിനിമയിൽ നിന്ന് കോളുകളിങ്ങനെ നിരന്ന് വരിക. വാ തുറക്കുന്നതിന് ഒരു ഇതുമില്ല. അടച്ചു വെക്ക് വായങ്ങ്, അതുമില്ല. അങ്ങ് ചുമ്മാതെ വന്നിരുന്ന് അങ്ങ് തോന്നിവാസം പറയുക. മലയാള സിനിമയിൽ വേഷം കെട്ടൽ, എന്ത് വേഷം കെട്ടൽ? ആ ഒരു സീൻ അഭിനയിക്കുമ്പോൾ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ കിട്ടും. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വേണ്ട. ഇത് വിളിച്ചവന്മാരെ വേണം പറയാൻ. ഈ പോക്കടം കെട്ട് കിടക്കുന്ന വിളിച്ചവന്മാരല്ല, പിന്നെ വേറെ ആരെ പറയണം? അതല്ലേ ഈ ഇങ്ങനെയുള്ള വേഷം കെട്ടൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. അല്ലാത്ത ആൾക്കാർ സംസാരിക്കുമോ? ഒരു ജാസി ഈ ഇപ്പം എന്താ ഒരു മഴയത്ത് പൊട്ടിക്കിളിച്ച് വന്നൊരു കൂടാണ്. എന്നിട്ട് വർത്താനം പറയുന്നയാ അങ്ങ് വൃക്ഷമരം പോലെയാണ് സംസാരിക്കുന്നത്. ചുമ്മാതെ ജാസി എന്ന് പറയാം. ജാസി സർജറിയൊക്കെ ചെയ്തൊക്കെ സത്യം തന്നെയാണ്. നിങ്ങൾ പെണ്ണാവാൻ വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ കണ്ടാൽ ഒരു സ്ത്രീ രൂപമൊന്നും ആരും പറയത്തില്ല. പിന്നെ പറയണമെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. സ്ത്രീകൾക്കൊരു സ്ത്രീകളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ല ചുമ്മാ ഇങ്ങനെ വേഷം കെട്ടിയിട്ടും കുറേ റീലും ചെയ്തിട്ടൊന്നും സ്ത്രീ ആവണമെന്നില്ല. ചില മനുഷ്യർ വന്ന് ചില ഇൻ്റർവ്യൂ ചോദിക്കുന്നതാണ്, ഒന്ന് പ്രസവിച്ചത് കൊണ്ട് സ്ത്രീ ആവുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, പ്രസവിച്ച പെണ്ണുങ്ങൾ സ്ത്രീകൾ തന്നെയാണ്, അതല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പ്രസവിക്കാത്ത പെണ്ണുങ്ങളും സ്ത്രീകൾ തന്നെയാണ്, അതും പറയാൻ പറ്റത്തില്ല. സ്ത്രീകൾ തന്നെയാണ്, അതിലൊരു വ്യത്യാസം എവിടെയില്ല. അതെപ്പോഴും മനസ്സിലാക്കി. ഈ പെണ്ണുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങ് മണ്ടേ കയറി ഇരുന്ന് അങ്ങ് നൃത്തം ചവിട്ടും. പ്രസവിച്ചെന്നും പറഞ്ഞിട്ട് സ്ത്രീകളാകുമോ? പ്രസവിച്ചില്ലെങ്കിൽ സ്ത്രീകൾ തന്നെയാണ്, അതെപ്പോഴും മനസ്സിലാക്കുക. ഒരു സ്ത്രീ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്ന് ഇങ്ങനെ ഒരു ട്രാൻസ് വുമണാന്ന് തോന്നുന്നു, പുള്ളിക്കാരി പറഞ്ഞ വർത്തമാനമാണത്. ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്. ഒരു വേഷം കെട്ടൽ, എന്ത് മനുഷ്യർക്ക് ഇങ്ങനെ ആയിപ്പോയെന്താണെന്ന് ആലോചിക്കുക. ഒരു ഉളുപ്പ് ലേശം എന്നാൽ വേഷം കെട്ടുന്നുണ്ട്. ആ വേഷം കെട്ടിലൂടെ അങ്ങ് അടങ്ങി ഇരുന്നാൽ പോരെ. എന്തിനാണ് വേറെയുള്ളവരുടെ മുമ്പ് അതിങ്ങനെ കോമാളിത്തരം കാണിക്കുന്നത്? അവരെ സ്വന്തം സ്ഥലത്ത് ജീവിക്കാൻ തന്നെ, എറണാകുളത്ത് നിന്ന് കിടന്ന് ജീവിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവരുടെ നാട്ടുകാർ ഓട്ടിച്ചിട്ട് തല്ലും. ഇവിടെ പിന്നെ ഏത് വേഷം കെട്ടാനും പറ്റുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ എല്ലാവരെയും സഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് കൊച്ചി. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പറയണ വർത്തമാന സിനിമയിൽ എന്താ എന്നെ എനിക്ക് ആ ഒരു വാക്ക് പറയാൻ പോലും ഇഷ്ടമല്ല. ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. എന്താണ് ആ സ്ത്രീകൾ അങ്ങനെ ജീവിക്കുന്നില്ലേ? അവർ ജീവിക്കുന്നവരുടെ വയറ്റിപ്പാടിന് വേണ്ടിയല്ല, നിന്നൊക്കെ പോലെ വേഷം കെട്ടാൻ വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്ക്. അവർക്ക് കൊണ്ടൊരു മാന്യത ഈ ലോകത്ത്. ഒന്നടക്കം അങ്ങ് പറയുന്നു അങ്ങനെ ഇങ്ങനെ വേഷി എഴുന്നെ സംസാരം കേട്ടാലോ വാ തുറന്നാൽ തീർന്നു. സംസാരിക്കാൻ നല്ലോണം ഒന്ന് പഠിക്കുക. അതിനൊരു എക്സ്ട്രാ ക്ലാസ് എവിടെയെങ്കിലും പോയി പഠിക്കുക. ഈ കെട്ടിച്ചമ്മയതിനെക്കാട്ടി ബെറ്റർ ഓപ്ഷൻ സംസാരിക്കാൻ. അതൊന്ന് പഠിച്ചിട്ട് വാ. ഇത് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കട്ടെ. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കിത് പറഞ്ഞില്ലെങ്കിലല്ല നമുക്കങ്ങ് ഇറിറ്റേഷൻ വരും. സീരിയസ്ലി എനിക്ക് പ്രതികരിക്കാനാണ് എൻ്റെ നാക്ക്. എന്നെ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണണ്ട. ഞാൻ ഒരു മനുഷ്യടുത്ത് എൻ്റെ വീഡിയോ കാണാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ വന്നിരുന്നു പറയുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് എന്നെ കാണാനും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ട. ഞാൻ കാണുന്നതും കേൾക്കുന്നതും പറയും, അതിനി എന്താണെങ്കിലും. ഞാനൊരു സ്ത്രീയാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് ഇരച്ച് വരും. എന്നുവെച്ചാൽ ബാക്കി സ്ത്രീകൾക്കൊന്നും ഇവിടെ ജീവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പ്രസവിച്ചെന്നോ ഒരുത്തി എന്തിനു പറയണേ, പ്രസവിച്ചെന്ന് പറഞ്ഞ സ്ത്രീയാണ്. പിന്നെ അല്ലാതെ പ്രസവിച്ച പെണ്ണുങ്ങൾ സ്ത്രീ തന്നെ ആവും, പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ സ്ത്രീ ആവും. സ്ത്രീ ആവുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളിൽ, അത് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാത്തത്. വേറൊന്നും വിചാരിക്കണ്ട, അതാണ് സ്ത്രീ. അല്ലാതെ ചുമ്മാ വേഷം കെട്ടി വന്നിട്ട് ഓരോന്നോരോന്ന് ഇരുന്ന് ചുമ്മാ അങ്ങ് സംസാരമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ പൊങ്കാല ഇട്ടാലും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. സീരിയസ്ലി പറയാം, പൊങ്കാല ഇട്ടോ, ഇഷ്ടം പോലെ ഇട്ടോ. കുറേ എണ്ണം വേഷം കെട്ടി അങ്ങ് ഇറങ്ങും സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് വന്നിരുന്ന് പറയുന്ന മൊത്തം നാറ്റ കേസ്. അപ്പോൾ എനിക്കിതാണ് കേസ് പറയാനുള്ളത്. കണ്ടപ്പോൾ അങ്ങ് പറയണം തോന്നി, അതുകൊണ്ട് പറയുന്നത് മാത്രം. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.